ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോ ഗ്രൂപ്പുകാർക്കും നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അവതരണമാണ് ആദ്യം നടന്നത്. ഗണിതകേളി, കടംകഥ, കവിത ചൊല്ലൽ, നാടോടിക്കഥ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി. ഗണിതകേളി ഗ്രൂപ്പ് നമ്പർ 1 രമണി ടീച്ചർ അവതരിപ്പിച്ചു. കടംകഥ ഗ്രൂപ്പ് നമ്പർ 2 അരുൺ സാറും, കവിത ചൊല്ലിയത് ഗ്രൂപ്പ് നമ്പർ 3 ആണ്. നാടോടിക്കഥ പ്രിയങ്ക ടീച്ചറാണ് അവതരിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സുൽഫിക്കർ സാർ, കാഞ്ഞിരപ്പള്ളി BPC ശ്രീ അജാസ് സാർ, സംഘടനാ നേതാക്കൾ എന്നിവർ പരിശീലന ക്ലാസുകൾ സന്ദർശിക്കുകയും അധ്യാപകരുമായി സംസാരിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ശേഷം പരിസര പഠന സമീപനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് നടന്നത്. പരീക്ഷണ പ്രവർത്തനത്തിലൂടെ ആരംഭിച്ചു. മുങ്ങുമോ പൊങ്ങുമോ എന്ന പരീക്ഷണം നടത്തി. അതിനായി ഓരോ ഗ്രൂപ്പിനും 2 പൊതികൾ നൽകി. ഒന്നിൽ ഉപ്പും ഒന്നിൽ പഞ്ചസാരയും. 2 ഗ്ലാസ് ഗ്രൂപ്പുകൾക്ക് നൽകി. വെള്ളവും നൽകി. തുടർന്ന് ഓരോ ഗ്രൂപ്പും പരീക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കി. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി ഓരോ ഗ്രൂപ്പും അവതരിപ്പിച്ചു.
പരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ വേണം ചർച്ച നടന്നു. തുടർന്ന് തസ്നി ടീച്ചർ വേണ്ട കൂട്ടിച്ചേർക്കലുകൾ നടത്തി വിശദമാക്കി തരികയും ചെയ്തു. തുടർന്ന് പരീക്ഷണം വിലയിരുത്തേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിച്ചു തന്നു. വിലയിരുത്തൽ സൂചകങ്ങളും പരിചയപ്പെടുത്തി. വള്ളിയിലുണ്ടാകുന്ന കായ്കളെക്കുറിച്ചുള്ള പാട്ടുപാടി തസ്നി ടീച്ചർ എല്ലാ അംഗങ്ങളെയും ഉണർത്തി. അഞ്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോരുത്തർക്കും ജീവികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി ജീവികളെ തരംതിരിക്കൽ, ജീവികളുടെ അനുകൂലനങ്ങൾ, വാസസ്ഥാനങ്ങൾ, പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവികൾ, ആവാസ വ്യവസ്ഥ സംരക്ഷണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്ട്രിപ്പുകൾ നൽകി പ്രവർത്തനം നടത്തുന്നു. തുടർന്ന് അവയുടെ അവതരണവും നടന്നു. ആദ്യ പാഠഭാഗമായ വയലും വനവും എന്ന പാഠഭാഗത്തിൻ്റെ ആശയവും ഉപാശയം കണ്ടെത്താനും തുടർന്ന് പാഠഭാഗത്തിൻ്റെ പാഠാസൂത്രണം തയ്യാറാക്കാനും ആവശ്യപ്പെട്ടു. ഗ്രൂപ്പുകൾ എല്ലാവരും തന്നെ പാഠാസൂത്രണം തയ്യാറാക്കി അവതരണം നടത്തി. അവതരണ ശേഷം തസ്നി ടീച്ചർ പാഠാസൂത്രണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമാക്കി നൽകി. അവസാന സെഷനിൽ കുട്ടികളിലുണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങൾ, ചികിത്സ, രോഗമുള്ള കുട്ടികൾക്ക് വിദ്യാലയത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രമേഹബാധിതനായ കുട്ടിക്ക് വിദ്യാലയത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് തസ്നി ടീച്ചർ വിശദമായി തന്നെ അവതരിപ്പിച്ചു.
കാഞ്ഞിരപ്പള്ളി DRCയുടെ മാസ്റ്റർ ട്രെയിനിയായ റീബി ടീച്ചർ ക്ലാസ്സിലെത്തി DRCയുടെ തനത് പ്രവർത്തനമായ ഡയപ്പർ ബാങ്കിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു തുകയായിരിക്കാം അല്ലെ. ഒരു നേരം നമ്മുടെ മക്കൾക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പൈസയാണ് അല്ലെ. നമ്മളെ സംബന്ധിച്ചോളം വലിയ തുകയായിരിക്കില്ല. പക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന 100, 200, 500, 1000 രൂപ അത് വലിയൊരു സഹായമായിട്ട് മറ്റൊരു അല്ലെ ഒരു വയ്യാത്ത കുഞ്ഞിന്റെ വീട്ടില് അത് എത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ അനുഗ്രഹവും കൂടെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും. അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആ കാരുണ്യത്തിന്റെ ഉറവ ഇപ്രാവശ്യം പൂർവാധികം ശക്തിയോടെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വയ്യാത്ത കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകിയെത്തും എന്ന് തന്നെയാണ് വിശ്വാസം. ഈ 4 ദിവസങ്ങളിലായി നടന്ന ക്ലാസിൻ്റെ ഫീഡ്ബാക്ക് അവതരണവും നടന്നു. 4 മണിക്ക് ദേശീയ ഗാനത്തോടെ ക്ലാസുകൾ അവസാനിച്ചു. ഈ പരിശീലനത്തിന് നേതൃത്വം നൽകിയ DRGമാരായ ഷിനോ സാറിനും ജെറിൻ സാറിനും തസ്നി ടീച്ചറിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.